ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ആയിട്ട് വലുതായിട്ടൊന്നുമില്ല. ഞാൻ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് തിരക്കായി, ഒരുപാട് ബിസിയായി. അപ്പം വീട്ടിലെ പണികൾ തീർത്തതിന് ശേഷം കടയിൽ പോകും. അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാറാണ് പതിവ്, രാത്രിയൊക്കെ ആവും. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചാലും എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും കഴിയാറില്ല. അതിൻ്റെ മെയിൻ പ്രശ്നങ്ങളാണ്. എഡിറ്റ് ചെയ്യാനും അതിനൊന്നും സമയം ഏട്ടനും കിട്ടാറില്ല, എനിക്കും കിട്ടാറില്ല. ഏട്ടനായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്ത് ചെയ്യാത്തത്. അപ്പം വീഡിയോ എടുത്ത് കുറേ അതിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ഇടാത്തതാണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അതാണ് കാര്യം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാടുകേടും വയ്യാഴികളും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വരുമ്പോഴത്തേക്ക് അതും ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും പറ്റാണ്ടാവുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. വിശേഷങ്ങൾ ഒരുപാട് പറയാനുമുണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോകൾ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും എന്നെ മറന്നിട്ടൊന്നും ഇല്ലല്ലോ, മറക്കരുത്. വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ. കാരണം ഇതാണ് എൻ്റെ ബുദ്ധിമുട്ട്. കട തുടങ്ങി അങ്ങനെ ഒരു തിരക്കിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയല്ലേ കൃഷിയും എന്താ പറയേണ്ട കോഴികളും ഇവരുടെയൊക്കെ കൂടെ തന്നെയല്ലേ. ഇപ്പോൾ അതല്ല, വീട്ടിലെ പണികളെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് തന്നെ കടയിലേക്ക് ഓട്ടമാണ്. അതാണ് മെയിൻ പ്രശ്നം. ചിലപ്പോൾ രാവിലെ പോവും, ചിലപ്പോൾ ഉച്ചയ്ക്ക് പോവും. അങ്ങനെ അവിടെ തിരക്കുള്ളതിൻ്റെ അനുസരിച്ച് ഞാൻ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഒട്ടും സമയം കിട്ടാത്തത്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.